കോഴിക്കോട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊക്കെ ഓർമ്മ വരുന്നത് എന്താ വെച്ചാല് ഒരു വലിയ നഗരം, അതായത് കുറെ സിറ്റികളും അതുപോലെ വണ്ടികളും കുറെ അങ്ങനെ ഒരു വലിയ നഗരമാണ് നമുക്ക് എപ്പോഴും ഓർമ്മ വരിക. എന്നാല് അതിൽ നിന്നൊക്കെ മാറിയിട്ട് കോഴിക്കോടിന്റെ ഹൃദയത്തിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. കുറെ ഓർമ്മകളും ചരിത്ര ഓർമ്മകളൊക്കെ നിറഞ്ഞിട്ടുള്ള കുറ്റിച്ചിറയിലാണ് നമ്മളുള്ളത്. കുറ്റിച്ചിറയുടെ വളരെ മനോഹരമായിട്ടുള്ള കഥകളും നിങ്ങൾ നമുക്ക് കുറച്ച് നിമിഷം കേൾക്കാന്ന് വിചാരിക്കാം. അതായത് നമ്മൾ കോഴിക്കോടിനെ കുറിച്ച് പറയുമ്പോൾ ഈ സമയത്ത് ഒരുപാട് കെട്ടിടങ്ങളും ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറും അങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ ഒരുപാട് മുന്നിൽ നിൽക്കുന്ന ഒരു സിറ്റി എന്നതിലുപരിയായിട്ട് അന്ന് 11-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ അഥവാ 12-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് കോഴിക്കോടിന്റെ ചരിത്രം തുടങ്ങുന്നത്. അന്ന് അറബികൾ കോഴിക്കോടേക്ക് വരികയും പിന്നീട് അറബികൾ ഒരുപാട് കച്ചവടം നടത്തുകയും അവർക്കിടയിലേക്ക് പിന്നീട് ഏകദേശം ഒരു 13-ാം നൂറ്റാണ്ടിന്റെ ആ ഒരു സമയത്താണ് 13-ാം നൂറ്റാണ്ട് 14 ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പോർച്ചുഗീസ് രാജാക്കന്മാർ അവരുടെ ഒരാളായിട്ടുള്ള വാസ്കോഡ ഗാമയെ ഈ കേരളത്തിലേക്ക് അയക്കുന്നത്. അന്ന് വാസ്കോഡ ഗാമ ഇറങ്ങുന്നത് നമുക്കറിയാം ഇവിടെ അടുത്തുള്ള കാപ്പാടാണ്. പിന്നീട് അദ്ദേഹത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ഇവിടുത്തെ രാജാവായിരുന്ന സാമൂതിരി അദ്ദേഹത്തിന്റെ കീഴിലാണ് പിന്നീട് ഇവിടെ അദ്ദേഹത്തെ സ്വീകരിക്കുകയും പിന്നീട് അദ്ദേഹത്തിനുള്ള എല്ലാ താമസ സൗകര്യങ്ങളൊക്കെ ഇവിടുന്ന് നൽകുന്നുണ്ട്. പക്ഷെ പിന്നീട് ഇവർ തമ്മിലുള്ള ആ ഒരു ബന്ധം എന്നുള്ളത് പിന്നീട് ഒരു യുദ്ധങ്ങളിലേക്ക് ചെന്ന് അവസാനിക്കുന്നുണ്ട്. നമുക്കറിയാം ചരിത്രം അവിടെ നിന്നാണ് കോഴിക്കോട് തുടങ്ങി. മിഷ്കാൽ പള്ളിക്ക് അന്ന് സംഭവിച്ചിട്ടുണ്ടായ അത്തരത്തിലുള്ള അനുഭവങ്ങൾ കുറെ കരുതുണ്ട് ഞങ്ങളെ കുറ്റിച്ചിറയെ കുറിച്ച് കോഴിക്കോടിനെ കുറിച്ചൊക്കെ നല്ല രീതിയിൽ പഠിക്കണം, ചരിത്രം പഠിക്കണം എന്നൊക്കെ. ഞങ്ങൾ ആദ്യം മിഷ്കാൽ പള്ളി വീഡിയോ എടുക്കണം എന്ന് കരുതുന്നുണ്ട്, അവിടെ പോയിട്ട് ചരിത്രങ്ങൾ പറയണമെന്ന് കരുതുന്നുണ്ട്. അപ്പോ നിങ്ങളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ എത്രയായി ഇവിടെ വന്നിട്ട്? ഇവിടെ വന്നിട്ട് 40 നാപ്പല്ലേ? ഇവിടെ കോഴിക്കോടുമായിട്ടുള്ള ചരിത്രം അല്ലെങ്കിൽ കോഴിക്കോട് നിങ്ങളുടെ അനുഭവത്തിൽ എന്താണ് പറയാനുള്ളത്? കോഴിക്കോട് നമ്മളെ പ്രദേശത്ത് നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലമാണ്. പിന്നെ നമ്മളവിടെ മെയിൻ 3 പള്ളിയാണുള്ളത്. പഴയ പള്ളി ഒന്ന്, പഴയ പള്ളി ഉസ്താദ് എടുത്ത് നന്നാക്കിയാണ്. അത് ചെറിയൊരു പള്ളി ഉസ്താദ് എടുത്ത് വലുതാക്കി. അവിടെ 2 അങ്ങനെ കുറ്റിച്ചിറ കുളത്തിനടുത്തുനിന്ന് നേരെ തിരിഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം കാണുന്നത് കോയസന്റെ പീടിയാണ്. അങ്ങനെ കോയസന്റെ പീടിയെ കയറി അദ്ദേഹത്തോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് കുറ്റിച്ചിറയെ കുറിച്ചുള്ള ചരിത്രങ്ങളെ അന്വേഷിച്ച് കഴിഞ്ഞ സമയത്ത് അദ്ദേഹം ഇവിടെ ഈ ഒരു പരിസരത്ത് തന്നെ ഒരുപാട് പള്ളികളുണ്ടെന്നും ഒരുപാട് സ്മാരക കേന്ദ്രങ്ങളുണ്ടെന്ന് പറയുകയുണ്ടായി. നിങ്ങള് കട ഇവിടെ കുറെ ആയോ വന്നിട്ട്? ഇവിടെ 40 കൊല്ലം. ആദ്യം ഇവിടെ തന്നെ അല്ല, അവിടെ 6 കൊല്ലം അവിടെ ഉണ്ട്. അപ്പൊ 46 കൊല്ലം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കുറ്റിച്ചിറ ജുമാ മസ്ജിദിലാണ്, മിഷ്കാൽ പള്ളിയിലാണ്. അപ്പോൾ മിഷ്കാൽ പള്ളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 13-ാം നൂറ്റാണ്ടിൽ കോഴിക്കോട് എന്നത് വളരെയേറെ വലിയൊരു തുറമുഖമായിരുന്നു. ആ സമയത്ത് കോഴിക്കോടിന് ഒരുപാട് രാജ്യങ്ങളുമായിട്ട്, അറേബ്യൻ രാജ്യങ്ങളും അതേപോലെ തന്നെ ചൈനയുമായിട്ടൊക്കെ ഒരുപാട് വ്യാപാര ബന്ധങ്ങളുണ്ടായിരുന്നു. ആ ബന്ധങ്ങൾ വഴിയാണ് പിന്നീട് ഈ ഒരു പള്ളിയുടെ നിർമ്മാണത്തിലേക്കൊക്കെ ഒരു വഴിത്തിരിവുണ്ടാകുന്നത്. നമുക്കറിയാം മിഷ്കാൽ പള്ളി എന്നുള്ള ഈ ഒരു മസ്ജിദ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് നഹുദ മിഷ്കാൽ എന്നുള്ള ഒരു വ്യക്തിയാണ് ഇതിന്റെ പണി കഴിപ്പിച്ചത്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യ അടക്കം ഒരുപാട് രാജ്യങ്ങളുമായിട്ട് അദ്ദേഹത്തിന്റെ വ്യാപാരം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിൽ തന്നെ നിരവധി കപ്പലുകൾ ഉണ്ടായിരുന്നു. അതിലൊരു കപ്പലാണ് നമ്മുടെ കോഴിക്കോടിന്റെ മണ്ണിൽ ഇവിടെ തുറമുഖത്ത് ഇവിടെ വരികയും പിന്നീട് അദ്ദേഹം ഇവിടെ താമസമാക്കിയ സമയത്ത് അദ്ദേഹം പണി കഴിപ്പിച്ച ഒരു പള്ളിയാണ് നമ്മുടെ മിഷ്കാൽ പള്ളി എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് പോവുകയാണെങ്കിൽ ഏകദേശം 7 നിലയോളം ഈ ഒരു പള്ളിക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. മിഷ്കാൽ പള്ളിയുടെ ഉൾഭാഗത്താണുള്ളത്. ഇതിന്റെ മുകളിലേക്ക് 3-ാമത്തെ നിലയിലാണ് നമ്മളുള്ളത്. അതെ, നമുക്ക് ഇതിന്റെ ഉള്ളിലെ കാഴ്ചകളിലേക്ക് ഇങ്ങനെ കടക്കാം. കാരണം ഉള്ളിലേക്ക് ഇങ്ങനെ കയറുന്നതിനനുസരിച്ച് ഓരോ തട്ടുകൾ ഇങ്ങനെ ചുരുങ്ങി വരുന്ന കാണാം. മാത്രമല്ല ഫുള്ള് ഇതിന്റെ നിർമ്മാണം മരം കൊണ്ടാണ്. അങ്ങനെ ഓരോ തൂണുകൾ നോക്കാം, ഒരു തൂണും. പക്ഷെ അവിടെ നമ്മള് ശ്രദ്ധിക്കുന്ന കാര്യം എന്താ അറിയോ, ഓരോ തട്ട് നമ്മൾ കയറുന്നതനുസരിച്ച് ഇതിന്റെ ദൗർബല്യത ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കണം. അതുണ്ടാവില്ല, സ്വാഭാവികം. മരത്തിനാണ് ഓരോ ഫ്ലോറൊക്കെ മരമാണ്. പേടിണ്ട് മറിഞ്ഞു പോകുന്നുണ്ട്. നല്ലൊരു പഴക്കം, ആ ഒരു പഴമതിൽ കാണാൻ കഴിയുന്നുണ്ട് നമുക്ക്. നമുക്ക് ഇതിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ നമ്മുടെ ചരിത്രം ഇതിനോട് കൂടി പങ്കുവെക്കാതിരിക്കും. കാരണം സാമൂതിരിയുടെ കാലത്ത് ഈ ഒരു പള്ളി ആക്രമിക്കപ്പെടുകയുണ്ടായി. പോർച്ചുഗീസുകാർ വന്നുകൊണ്ട് ഇവിടെ ആക്രമിക്കുകയും സാമൂതിരിയുടെ നായർ പടമാരും അതുപോലെ നമ്മുടെ നാട്ടിലുള്ള ഹിന്ദു മുസ്ലിം ആളുകളൊക്കെ ചേർന്നിട്ടാണ് അന്നത്തെ ഒരു ഹിന്ദു മുസ്ലിം മൈത്രിയുടെ വലിയൊരു ചരിത്രം പങ്കുവെക്കാനുണ്ട് ഇവർക്ക് പള്ളിക്ക്. അങ്ങനെ ഇവർ ഈ ഒരു പള്ളിയെ ചെറുത്തു നിൽക്കുകയും ഏകദേശം 7 തട്ടോളമുള്ള ഈ ഒരു പള്ളി അന്ന് തകരുകയും മുകൾ ഭാഗം കുറച്ച് തകർച്ച സംഭവിക്കുകയുണ്ടായിരുന്നു. മുകളിലത്തെ തട്ടില് ഓല മേഞ്ഞിട്ടായിരുന്നു. അതെ, പിന്നീട് 4 തട്ടാക്കിയിട്ടാണ് അതിന്റെ പുനർനിർമ്മാണം കഴിഞ്ഞിട്ടുള്ളത്. കാരണം ചാലിയത്ത് ഒരു ഇതുപോലൊരു ആക്രമണം നടന്നു. ആ ചാലിയം കോട്ടയുടെ കുറച്ച് അവശിഷ്ടങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു അതിവിടെ എത്തിച്ചിട്ട് പിന്നീട് അതുകൊണ്ട് നിർമ്മിച്ച ഒരു പള്ളിയാണ് എന്നാണ്
ഇവിടെ ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു പള്ളിയുടെ മുകൾ ഭാഗം നിലവിലുള്ള നമ്മളിങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതിൻ്റെ ഒരു ശ്രേണി, അതിൻ്റെ ഒരു രൂപത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇത് കേരളത്തിലെ ഈ ഒരു തച്ചുശാസ്ത്രവും അതേപോലെ തന്നെ ഒരു ക്ഷേത്ര രൂപവും കൂടി ചേർന്നിട്ടാണ് ഇതിൻ്റെ മുകൾ ഭാഗം ഉണ്ടായി നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് അന്നത്തെ സാമൂതിരിയുടെ ക്ഷേത്ര നിർമ്മാതാക്കളായിരുന്ന ആശാരിമാരാണ് എന്ത് ചെയ്തത്, ഈ പള്ളി നിർമ്മിച്ചത്. അത് നേരത്തെ റബി പറഞ്ഞതുപോലെ തന്നെ ഒരു മതേതരത്തിന്റെ ഒരു മതമൈത്രിയുടെ ഒരു നല്ലൊരു ഉദാഹരണമായിട്ട് നമുക്ക് ഈ പള്ളിയെ കാണാൻ സാധിക്കും. ഇപ്പോഴും കുറെ ആളുകൾ ഇവിടെ വന്ന് കാണുകയും ഭയങ്കര സ്നേഹം ഇവിടെ എത്തിയപ്പോ തന്നെ ആളുകൾക്കിടയിലൊക്കെ തോന്നി. ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികൾ ഉണ്ടെങ്കിൽ പോലും 2011 തോന്നുന്നു ഈ ഒരു പള്ളി ഒഫീഷ്യൽ ആയിക്കൊണ്ട് ഇതില് പുനർനിർമ്മാണം നടത്തിയിട്ടുണ്ട്. കാരണം നമുക്ക് ഇവിടെ കാണാം ഈ മുകളിലൊക്കെ ഏകദേശം ഉപയോഗിച്ചിട്ട് പുതിയ മരങ്ങളായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഇത് പുനർനിർമ്മിക്കുകയും 2013 ഏകദേശം ഇവിടേക്ക് ഫലസ്തീനില് മുഖദ്ദസിലുണ്ടായിരുന്ന ഇമാമും അതുപോലെ അവിടുത്തെ ഫലസ്തീൻ അംബാസഡറൊക്കെ അങ്ങോട്ട് കാണാനൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ചരിത്രം വായിച്ചാൽ മനസ്സിലാവും. അപ്പം ഏതായാലും പള്ളിയുടെ ഏകദേശം 47 തൂണുകളും 27 തൂണുകളും 47 വാതിലുകളാണ് ഈ പള്ളിക്കുണ്ട്. അതായത് ജനൽ വാതിലുകളൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഒരു കണക്ക്, നമുക്ക് പല കണക്കുകളുണ്ട്. അതുപോലെ ചരിത്രങ്ങളാകുമ്പോഴാണല്ലോ ഏകദേശം 650 മുമ്പത്തെ പള്ളിയാണ് ഇപ്പോ. ഇഷ്കാൽ പള്ളിന്റെ ഉള്ളിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ നോക്കിയ സമയത്ത് അവിടെയുള്ള പള്ളിയുടെ കമ്മിറ്റിക്കാര് കുറേ കാര്യങ്ങൾ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പുരാതന കാലത്തുള്ള കർമ്മശാസ്ത്രത്തിന്റെ കിതാബുകളും പണ്ട് കാലത്തുള്ള പണ്ഡിതന്മാർ ഉപയോഗിച്ചിരുന്ന കുറേ പുസ്തകങ്ങൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഏകദേശം നല്ല പഴക്കം തോന്നിക്കുന്ന കുറേ അൽഫിയ പോലത്തെ പഴയ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചു. കുറേ മുൻപ് കാലത്തുണ്ടായിരുന്ന പേപ്പർ കട്ടുകളും ന്യൂസ് പേപ്പറാണ് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള അറബി മലയാളത്തിലെ കുറേ പേപ്പറുകളൊക്കെ ഞങ്ങൾ അവിടുന്ന് കണ്ടു. പിന്നീട് ഞങ്ങൾ നോക്കുമ്പോൾ കുറേ മുമ്പ് കാലത്തുള്ള ഉപകരണ വസ്തുക്കൾ, ഇതെല്ലാം ഒരു പുരാതന ഓർമ്മയെ സൂചിപ്പിക്കുന്ന തരത്തിൽ അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് പള്ളിയുടെ മറ്റു ഭാഗത്തൊക്കെ നോക്കിയപ്പോൾ ഇതുപോലത്തെ കുറേ വസ്തുക്കൾ അവർ കാണാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പള്ളിയുടെ ഉൾഭാഗത്ത് തന്നെ കുറച്ച് മുകളിലെ തട്ടിലായിട്ട് പണ്ട് കാലത്ത് കാളിമാർ പോകാൻ ഉപയോഗിച്ചിരുന്ന പല്ലക്കും അതുപോലെ മറ്റു വസ്തുക്കളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. ഇത്തരത്തില് പള്ളിയുടെ ഉൾഭാഗം ഒരു പുരാതന കാലത്ത് ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഓരോ സ്ഥലത്ത് നോക്കുമ്പോൾ ഓരോ മക്കബറാള് കാണുന്നുണ്ട്. ഇതൊക്കെ ചരിത്രം നമ്മൾ കുറെ നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ആർക്കാണ് കൃത്യമായത് പഠിച്ചില്ലാത്തോണ്ട് ആർക്കൊന്നും അറിയില്ല. എന്തായാലും മഹാന്റെന്നൊക്കെ ആയിരിക്കും. നമുക്ക് ഇവിടുത്തെ അങ്ങാടിയുടെ പഴമ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കുറെ ചെറിയ വീട് പീടികകളും ചെറിയ ചെറിയ ഇടുങ്ങിയ പറയുന്നത് അങ്ങനെ ഒരു ഫീലിംഗ് ആയിരുന്നു. ഹോട്ടലുണ്ട്. ഇതാണ് നമ്മുടെ കുറ്റിച്ചിറ ജുമാ മസ്ജിദ്. ജുമാ മസ്ജിദ് പ്രധാന പള്ളിയാണിത്. പള്ളിയിലെ നമ്മൾ ജുമാക്ക് കൂടി ഏകദേശം 500-ലേറെ വർഷം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പള്ളിക്കല്ലേ? അതെ അതെ. മറ്റേത് 650. അതെ, ശേഷം ഉണ്ടാക്കിയത്. ഈ പള്ളിക്ക് മാത്രമല്ല ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മുടെ സമസ്തയുടെ ഒരു ഒരു ചർച്ച, ഇതിനെ കുറിച്ചുള്ള ഒരു ചർച്ച പള്ളിയിൽ നിന്ന് നടന്നിട്ടുണ്ടെന്നൊക്കെ ചരിത്രങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ആദ്യ ചർച്ച ഇവിടെ വെച്ചായിരുന്നു നടന്നതെന്ന് പറയപ്പെടാറുണ്ട്. അതുപോലെ നമ്മളെ ആലി മുഹമ്മദിന്റെ മക്ബറ ഇവിടെയാണ് രചിച്ചിട്ടുള്ള. ഇതാണ് പള്ളി. നമ്മളിവിടെ ജുമാ കൂടിയത്. നല്ലൊരു പഴമ നിറഞ്ഞ പള്ളി. അപ്പോൾ നമ്മളിനി കുറ്റിച്ചിറയിലുള്ള മുച്ചുന്തി പള്ളിയിലാണുള്ളത്. നമ്മളിപ്പോൾ കുറേ പള്ളികൾ കണ്ടു. അതിൽ ഏറ്റവും കൂടുതൽ പഴക്കമുള്ള പള്ളി എന്ന് പറയപ്പെടുന്ന ഒരു പള്ളിയാണ്. അപ്പോൾ നമുക്കിവിടെ ഉള്ളിൽ ഓപ്പൺ അല്ലാന്ന് നമുക്കിവിടെ ഒന്ന് കണ്ടുനോക്കാം. ഇതാണ് പള്ളിയുടെ ഒരു മുൻഭാഗം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കുറേ ആ ഒരു കാലത്തെ ങ്ങളൊക്കെ കാണാം. ഇതൊക്കെ കൈകൊണ്ട് നിർമ്മിച്ചതാണെന്നാണ് പറയുന്നത്. ചിത്രം നല്ല അന്നത്തെ ഒരു ഒറിജിനൽ പെയിന്റിംഗ് ആണെന്നാണ് പറയപ്പെടുന്നത്. നമ്മള് പള്ളിയുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു പള്ളീൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ച്, ഈ ഒരു ഏരിയ ചരിത്രത്തെക്കുറിച്ച് ഇവിടെ ഒരു കരിങ്കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പള്ളിയുടെ പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഏതായാലും പള്ളി ഇപ്പോൾ ഒന്നുകൂടി മാറ്റങ്ങളൊക്കെ വരുത്തി. പക്ഷെ എന്നാലും അതിൻ്റെ പുറംഭാഗം ആ ഒരു പഴമയോടെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പള്ളിയുടെ ഉൾവശം പൂർണ്ണമായി സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ചരിത്രത്തിന് പിൻബലം നൽകുന്ന ഒന്നാണ് ഈ ഒരു ശില എന്ന് പറയുന്നത്.
കാരണം ഇതിൻ്റെ ഒരു ഭാഗം അറബിയും മറ്റു ഭാഗം മലയാളത്തിലെ വട്ടയെത്ത് എന്ന് പറയുന്ന ആ ഒരു എഴുത്തുമാണ്. കാരണം ഇതാണ് ചരിത്രം. ഇതിലിപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ ചരിത്രത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഒരു ആധികാരികത നൽകുന്ന ഒരു സാധനമാണ് ചരിത്രം പറയുകയാണെങ്കിൽ. ഇപ്പോൾ ശിഹാബുദ്ദീൻ റൈഹാൻ അല്ലേ, അതെ, ശിഹാബുദ്ദീൻ റൈഹാൻ എന്ന് പറയുന്ന ഒരാളാണ് ഈ പള്ളി നിർമ്മിച്ചതെന്ന് ഒരഭിപ്രായമുണ്ട്. അദ്ദേഹം ഏകദേശം 16-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത്. അതെ, 14-ാം നൂറ്റാണ്ടല്ലേ. 14-ാം നൂറ്റാണ്ടിൽ ഈ ഒരു പള്ളി നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്നു. പിന്നെ അതിനുശേഷം ചെറിയൊരു അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടുണ്ടെന്നുള്ളത് 16-ാം നൂറ്റാണ്ടിലിട്ടല്ലേ നടത്തിയിട്ടുണ്ട്, മേലെ രേഖകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഏതായാലും ശിഹാബുദ്ദീൻ റൈഹാൻ എന്ന ആൾ ഇവിടെ വരികയും അദ്ദേഹം ഒരു അടിമയായിരുന്നു. അദ്ദേഹം അതിൽ നിന്ന് മോചിതനായി ഇവിടെ വരികയും ഈ സാമൂതിരി നൽകിയ സ്ഥലമായിരുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിന് നൽകുകയും അദ്ദേഹം ഇവിടെ ഇത് നിർമ്മിച്ചു. ഇത് ഏകദേശം ഇവിടെ ഈ ഒരു പള്ളികളിൽ ഏറ്റവും കൂടുതൽ പഴക്കമുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം നിർമ്മിക്കുകയും ഈ ഒരു പള്ളിക്ക് അവിടെയുള്ള ആളുകൾ, മലബാറിൽ അന്നത്തെ ആളുകൾ ഈ ഒരു അറബിക്ക് മുച്ചിയാൻ എന്നാണ് പേരിട്ടത്. ആ പേരെന്നാണ് പിന്നെ മുച്ചന്തി പള്ളി പള്ളി പേര്. ഒരുപാട് പല അഭിപ്രായങ്ങളുണ്ട്. ഇവിടെ മുച്ചുന്തി പള്ളി എന്ന് പറയുന്നത് നമ്മളെ ഇവിടെ പള്ളിയുടെ മുകൾ വശത്തായിട്ട് ഒരു ഹൽവത്തിന്റെ ഒരു സ്ഥലമുണ്ട്. ഒരു ഒഴിഞ്ഞ ചെറിയൊരു മുറിയുണ്ട്. അതെ, ഒഴിഞ്ഞിരിക്കുന്ന സ്ഥലം. പ്രവേശനമില്ല ഇപ്പോഴത്തെ പ്രവേശനം അല്ലെങ്കിലും അന്ന് അവിടെ ഇരുന്നിരുന്നത് ഷാഹ് വലിയും, അതെ, നാഗൂർ ഷേഖ് ഹൽവത്തിരിക്കാനായിട്ട് അന്ന് വന്നിരുന്നു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലം കുറച്ച് പള്ളിയുടെ കുറച്ച് ഫ്രണ്ട് ഭാഗം കുറച്ച് മുന്നോട്ട് ഉന്തിയിട്ടാണുള്ളത്. അപ്പോൾ അങ്ങനെ ഉന്തിയത് കാരണത്താണ് മച്ച് ഉന്തിയ പള്ളി എന്നുള്ളതാണ്. അങ്ങനെ മുച്ചുന്തി പള്ളിയിലേക്ക് അത് മാറിയെന്ന് ഇവിടെയുള്ള ആളുകൾ മറ്റൊരു അഭിപ്രായം കൂടി ഉണ്ട് അവരുടെ. ഇത് നോക്കിയാലേ നമുക്ക് ഈ ഒരു വട്ടയത് കാണാൻ കഴിയും. ഇത് യഥാർത്ഥത്തിൽ സാമൂതിരി ഈ ഒരു പള്ളിക്ക് വേണ്ടിയിട്ട് ധനം നൽകാറുണ്ട് ഇതിൻ്റെ മലയാളവും ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. കുറച്ചൊക്കെ ഇത് വായിക്കാൻ ചരിത്രകാരന്മാർ ശ്രമിക്കുകയും അവർക്ക് ഇതിൻ്റെ ഒരു ട്രാൻസ്ലേഷൻ ലഭിച്ചത് എന്താണെന്ന് വെച്ചാൽ, അതെ, ഖുർആനിൻ്റെ ഒരു പ്രാർത്ഥന കൊണ്ടാണ് ഇത് തുടങ്ങുന്നതും. അതിലാണെന്നാണോ എനിക്കറിയില്ല. ഏതായാലും ഇതിൽ സാമൂതിരി രാജാവ് ഈ ഒരു പള്ളിക്ക് വേണ്ടി ധനം നൽകിയതായിട്ടുള്ള ഒരു രേഖയാണ് നമുക്ക് ഇതിനെ ആധികാരികത നൽകുന്നത്. പിന്നെ പള്ളിക്ക് നല്ല പഴക്കമുണ്ട്, ചെറിയ ചെറിയ മാറ്റങ്ങളോട് വരുത്തിയിട്ടുണ്ട് എന്നുള്ളൂ. അങ്ങനെ കുറ്റിച്ചിറയിൽ ഏകദേശം പള്ളികളൊക്കെ കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഇപ്പോൾ നമ്മളെ മുച്ചന്തി പള്ളിയുടെ കുറ്റിച്ചിറ ജുമാ മസ്ജിദിൻ്റെ തൊട്ട് പിറകിലുള്ള ജിഫ്രി ഹൗസിലാണ്. അപ്പോൾ ഇവിടെ സയ്യിദ് ജിഫ്രി തങ്ങളുടെ ഒരു മക്ബറയാണ്. ആ മക്ബറയോട് ചേർന്നിട്ട് അവരുടെ കുടുംബക്കാരുടെ വീടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മക്ബറയുടെ കാഴ്ചകളിലേക്ക് കിടക്കാം.